ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് അവസരം തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജിനി സേവ്യർ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കോട്ടപ്പുറം രൂപത മാള കൃഷ്ണൻകോട്ട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 ഓഗസ്റ്റ് 26 എനിക്ക് 2021 ഒരു സ്കിൻ അലർജി ഉണ്ടായിരുന്നു. വയറിൻ്റെ സൈഡിൽ ഭയങ്കരമായിട്ട് ചൊറിച്ചിൽ, ഈ കുരുക്കുകളൊക്കെ വന്ന് ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലായിരുന്നു. അത് വെള്ളം ഒലിക്കും, കറുത്ത പാടുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കൂടി വന്ന് പല ഭാഗത്തായിട്ട് വന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5ാമത്തെ പുതുക്കലിന് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് 5ാമത്തെ പുതുക്കലിന് എനിക്ക് സാക്ഷ്യം പറയാൻ എഴുതണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളായ തൈലം പുരട്ടുകയും ഉപ്പ് വെള്ളത്തിൽ കുളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 5ാമത്തെ പുതുക്കൽ സാക്ഷ്യം എഴുതിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇന്നവരെയും ആ സ്കിൻ അലർജി എന്ന അസുഖം ഉണ്ടായിട്ടില്ല. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കൂടാതെ 2ാമത്തെ സാക്ഷ്യം, എനിക്ക് 21 വർഷത്തോളമായി തുമ്മൽ, സ്മെല്ലൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ഒന്നിൻ്റെയും ടേസ്റ്റ് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ 5-10 പ്രാവശ്യം തുമ്മിയാണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അതുപോലെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മൂക്കടപ്പും ഒരു സാധാരണ ജലദോഷം വന്നാലും എനിക്ക് അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല. ഞാൻ ആവി പിടിച്ചൊക്കെയാണ് ഞാൻ ഉറങ്ങണത്. അതുപോലെ ഞാൻ ഡോക്ടറെ കണ്ട് തുമ്മലിന് ENT കണ്ട് പല ഡോക്ടർമാർ കണ്ട് ENT, ഹോമിയോ, ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചു. ലാസ്റ്റ് ENT കണ്ട് ഡോക്ടർ എൻഡോസ്കോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ മൂക്കിൽ ദശ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അതുകൂടാതെ ഞാൻ ഉപ്പ് വെള്ളത്തിൽ കുളിക്കും, പിന്നെ തൈലം മൂക്കിലൊക്കെ പുരട്ടുമായിരുന്നു. 7ാമത്തെ പുതുക്കലിന് ഞാൻ അച്ഛനെ കണ്ട്, അച്ഛൻ സൈത്ത് പൂശി മൂക്കിൽ പുരട്ടിക്കൊണ്ട് കുറച്ച് നേരം പുരട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് വരെ എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. സ്മെല്ലും ടേസ്റ്റുമൊക്കെ അറിയാം. അതുപോലെ ഞാൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് ഞാൻ ഇങ്ങനെ വേസ്റ്റായി പോകുമ്പോൾ ഞാൻ തിന്നും. അപ്പോൾ മക്കൾ പറയും, അമ്മ അത് വളിച്ചിട്ടുണ്ടെന്ന് പറയും. അറിയുന്നുണ്ടായിരുന്നില്ല അതൊന്നും. ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. അത് മാറി തന്നു. ഈശോയ്ക്കും മാതാവിന് 1000 നന്ദി. അതുപോലെ 2021 15 വർഷമായി എനിക്കൊരു യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് ഡോക്ടറിനെ കാണിച്ചപ്പം മാറും. പിന്നെ ഒരിടത്തും പോകാൻ എനിക്ക് പറ്റുന്നുണ്ടായില്ല. ഏത് നേരവും യൂറിൻ പാസ് ചെയ്യണമെന്ന ഒരു തോന്നലുണ്ടാകുമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഡോക്ടറെ കണ്ട് ഡോക്ടർ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ അതിനകത്ത് ബ്ലാഡറിൽ യൂറിൻ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛനെ ഞാൻ കണ്ട്. അച്ഛൻ എനിക്ക് സൈത്ത് കയ്യുമ്പോൾ തന്നുകൊണ്ട് പറഞ്ഞ് അടിവയറ്റിൽ പുരട്ടാൻ പറഞ്ഞ്. അങ്ങനെ ഞാനത് പുരട്ടി. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ എനിക്കൊരു കുഴപ്പവുമില്ല. യൂറിൻ പാസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല. അതൊക്കെ മാറിക്കിട്ടി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ, ഞാൻ ഒരു വൃദ്ധസദനത്തിൽ പോകും, അമ്മമാരെയൊക്കെ കുളിപ്പിക്കാറുണ്ട്. അതുപോലെ വിശുദ്ധ കുർബാനയിൽ പണ്ടൊക്കെ ഞായറാഴ്ച കുർബാനയാണ് ഞാൻ കണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊള്ളും. അതുപോലെ കുമ്പസാരം, ഈസ്റ്ററിന്, ക്രിസ്മസിനൊക്കെയാണ് ഞാൻ കുമ്പസാരിക്കാറുള്ളത്. ഇപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം, കൂടിയാൽ 1 മാസം അങ്ങനെ ഞാൻ ഇപ്പോൾ കുമ്പസാരിക്കാറുണ്ട്. അതുപോലെ പൊതിച്ചോറ് ഞാൻ പല സ്ഥലങ്ങളിലും കൊടുക്കാറുണ്ട്. പിന്നെ പത്രം ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും അതുപോലെ ഗവൺമെൻറ് ആശുപത്രിയിൽ രോഗികൾ വരുമ്പോൾ അവർക്കും ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ രോഗസൗഖ്യം പറഞ്ഞ് ഞാൻ അവർക്ക് പത്രം കൊടുക്കാറുണ്ട്.
ഓരോരുത്തരും അത് വേഗം മേടിച്ച് എൻ്റെ ഒരു 10 മിനിറ്റിനുള്ളിൽ എൻ്റെ പത്രങ്ങളൊക്കെ കൊടുത്ത് ഞാൻ വീട്ടിലോട്ട് വരും. പത്രമൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ഒരു ആശ്വാസമാണ് ഉണ്ടാവണത്. ഒരു മനസ്സിന് സമാധാനം കിട്ടും. അത് കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക്. അതുപോലെ എൻ്റെ ഇത് ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വലിയൊരു വചനമാണ് കിട്ടിയത്. സങ്കീർത്തനം 69:11. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം നൽകണമേ എന്ന് ഉള്ള വചനമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈശോയ്ക്ക് എനിക്ക് തന്ന കൃപയ്ക്ക് ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 28-ാം തിരുവചനം. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷ്ണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. ജിനി സേവിയർ എന്ന ഈ സഹോദരിയുടെ വളരെ ഹൃദയസ്പർശിയായ സാക്ഷ്യമാണ് എൽത്താരയിൽ മകൾ ഏറ്റുപറഞ്ഞത്. മരിയൻ ഉടമ്പടി ചെയ്തതിന് ശേഷം മകൾക്കുണ്ടായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ചാണ് മകൾ ഏറ്റുപറയുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ വലിയ ജീവിതഭാരം ലഘൂകരിച്ച ഒരു സാക്ഷ്യമാണിത്. സൗഖ്യത്തിലൂടെ ഈ മകളെ 23 വർഷമായിട്ടുണ്ടായിരുന്ന സ്കിൻ അലർജി, തുമ്മൽ, അങ്ങനെ യൂറിനറി ഇൻഫെക്ഷൻ, യൂട്രസിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം പരിശുദ്ധ അമ്മ ഞൊടിയിടയിൽ 5-ാമത്തെ പ്രാവശ്യം വളരെ വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിച്ച് ഈശോയോടുള്ള വിശ്വസ്തത ഏറ്റുപറയുമ്പോഴാണ് ജീവിച്ചപ്പോഴാണ് ഈ മകൾക്ക് തൻ്റെ തുമ്മലും ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലും മനസ്സിലാകാത്ത അവസ്ഥ 23 വർഷക്കാലത്തേതായിരുന്നു. ഉടമ്പടി നിരന്തരമായി പുതുക്കി ഈശോയോടുള്ള വിശ്വസ്തത ഏറ്റുപറഞ്ഞ് ജീവിച്ചപ്പോഴാണ് ഈ മകൾക്ക് പരിപൂർണ സൗഖ്യം കിട്ടിയതെന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഒരു 2 വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം കുമ്പസാരിച്ചിരുന്ന ഈ മകൾ ഇന്ന് തൻ്റെ ഈശോയോടുള്ള സ്നേഹം ഏറ്റുപറയുന്നത്, ഈശോയുടെ ഏറ്റവും വിശുദ്ധിയോടുകൂടെ അടുത്തിരിക്കുവാനുള്ള ആവശ്യകത കുമ്പസാരത്തിലൂടെ മനസ്സിലാക്കി എന്ന് ഈ മകൾ ഏറ്റുപറയുകയാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നുള്ളത് വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇൻസെൻറ്റീവായി നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. പക്ഷേ അതിലൂടെ ആദ്യമായി നമുക്കൊരു ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നു കഴിഞ്ഞാൽ ഈശോയെ വിട്ടുപോകരുത് എന്ന് ഈശോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അച്ഛനെ കാണുമ്പോഴായാലും അച്ഛൻ അത് തന്നെയാണ്, സംസാരിച്ചില്ലെങ്കിലും സൈലൻസിലൂടെ നിശബ്ദമായി നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, ഈശോയെ ഒരിക്കലും വഞ്ചിക്കരുത്, ഈശോയെ വിട്ടുപോകരുത്. അതിന് പരിശുദ്ധ അമ്മ നമ്മെ വളരെ ശക്തമായി മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന ഈ പ്രാർത്ഥനാ പദ്ധതിയിൽ നാം ഏറ്റുപറയുകയും പങ്കുചേരുകയും ചെയ്യുമ്പോൾ ഈശോയോടുള്ള വിശ്വസ്തത നമുക്ക് എപ്പോഴും കണ്ടിന്യൂസായി ജീവിച്ച് പ്രകടിപ്പിക്കാം. ലോകത്തോട് ഈശോയോടുള്ള നാമം ഏറ്റുപറയാനുള്ള ധൈര്യവും ഈശോ ലോകരക്ഷകനാണെന്ന് ഏറ്റുപറയാനുള്ള ചങ്കൂറ്റവും നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ജിനി സേവിയറിനെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും രോഗസൗഖ്യത്തിനും അതുപോലെ സമാനമായ രോഗ പ്രശ്നങ്ങളുള്ളവരെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.